നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ജംഗിൾ രാജ്യം, അതായത് ജംഗിൾ കാലമാണ്. നിങ്ങൾ ശക്തരും ഭീകരമല്ലെങ്കിൽ ഒരു മരമെങ്കിലും കരുതി വെക്കണം നിങ്ങൾക്ക് ഓടി ഒളിക്കാനായിട്ട്. ഒരു ചെറിയ രാജ്യമായിരുന്നു ഖത്തർ. ഖത്തർ വിചാരിച്ചു 970 ഗ്യാസ് കണ്ടുപിടിച്ചത് മുതൽ 500 വർഷത്തേക്കുള്ള ഗ്യാസ് LNG ഉണ്ട് ഖത്തറിൻ്റെ കയ്യിൽ. പണം ഒഴുക്കി ചെറിയ കുഞ്ഞു രാജ്യമാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത്, അവരുടെ പ്രതികൂലം. ചുറ്റുപാടും ശക്തരാണ്, MBS ശക്തരാണ്, ഇറാൻ ശക്തരാണ്, അമേരിക്ക ശക്തരാണ്. ശക്തരായ രാജ്യത്തിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞൊരു ചെറിയ പൊട്ടുപോലുള്ള രാജ്യമായിട്ടുള്ള ഖത്തർ വിചാരിച്ചു പണം ഒഴുക്കിയാൽ ഒരുപക്ഷെ തങ്ങൾ ശക്തരാകും എന്നുള്ള ധാരണ ഖത്തറിനുണ്ടായിരിക്കുകയാണ്. അതായത് ഇനി എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ മിഡിൽ ഈസ്റ്റിലെ മധ്യപൂർവേഷ്യയിലെ യുദ്ധത്തിൽ വർഷങ്ങളോളം എടുത്ത് പണമൊഴുക്കി ഉണ്ടാക്കിയെടുത്ത, അതായത് ഞങ്ങൾ സുരക്ഷിതരാണ് ലോകത്തിൽ ആർക്കും, അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഈ 2016 ബ്ലോക്കേഡ്, അതായത് മറ്റുള്ള സഖ്യകക്ഷികളെല്ലാവരും കൂടി ഖത്തറിനെ ഒഴിവാക്കിയപ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നപ്പോൾ ലോകത്തിന് വലിയൊരു മെസ്സേജാണ് ഖത്തർ കൊടുത്തിരുന്നത്. എന്താണ്? ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും, ആർക്കും ഇവിടെ വരാം, വ്യവസായം ചെയ്യാം, പണമുണ്ടാക്കാം, മീറ്റിങ്ങുകൾ വെക്കാം. താലിബാനുമായുള്ള ചർച്ചകൾ അവിടെ പലരും തമാശയ്ക്ക് പറയും, അതായത് താലിബാനും അൽഖ്വയ്ദയും അതോടൊപ്പം തന്നെ ആരെ വേണമെങ്കിലും ഖത്തറിൽ കൂടെ കിട്ടും, എല്ലാം നടപ്പുണ്ട്. ഈ ഒക്ടോബർ 7 ശേഷമുള്ള ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും സന്ധി ചർച്ചകൾ പോലും ഖത്തറിലായിരുന്നു. അങ്ങനെ മധ്യപൂർവേഷ്യയിലെ വലിയൊരു പേരും പെരുമയുള്ള കൊച്ചു രാജ്യം മുന്നോട്ട് വന്നു. പക്ഷേ അമേരിക്കയിൽ ഭരണം മാറിയപ്പോൾ എല്ലാം തകിടം മറിഞ്ഞുപോയി. പലരും പറയുന്നുണ്ട്, ട്രംപ് ആദ്യ കാലഘട്ടത്തിൽ 2016 ആദ്യമായി പ്രസിഡന്റ് ആയപ്പോൾ ട്രംപിന് അറിയുപോലുമില്ലായിരുന്നു ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് അമേരിക്കയ്ക്ക് ബേസ് ഉണ്ടോ എന്ന്. ഖത്തറിൽ അമേരിക്കൻ സേന, അമേരിക്കൻ അൽ ഉബൈദ് ബേസ്, ലോകത്തിലെ ഏറ്റവും വലിയ ബേസിൽ ഒന്നാണ് അൽ ഉബൈദ് ബേസ്. അത് ഒരുപക്ഷെ വലിയൊരു സുരക്ഷാ ബോധം ഖത്തറിന് സമ്മാനിച്ചു. അതായത് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾ അൽ ജസീറ ചാനലുണ്ട്, ലോകത്ത് മുഴുവൻ പണമിറക്കുന്നു, ലോകത്തിലെ പല മാധ്യമങ്ങളെ വിലക്ക് വാങ്ങുന്നു, പല യൂണിവേഴ്സിറ്റികളെയും വിലക്ക് വാങ്ങുന്നു. അങ്ങനെ ലോകത്തിലെ ഒരു വലിയൊരു ശക്തിയായി ഞങ്ങൾ മുന്നേറി പോലും ഇന്ത്യയെ പോലും വിളിച്ചു പറയാം. അതായത് നമ്മൾ വലിയ LNG കസ്റ്റമറാണ് നമ്മുടെ ഖത്തർ, എന്നിട്ട് പോലും ഇന്ത്യയെ പോലും വിമർശിക്കാൻ കഴിയുന്ന ഉയരത്തിലേക്ക് ഉയർന്ന ഖത്തറിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എവിടുന്നാണ് താഴേക്കുള്ള ഈ ഒരു പടിയിറക്കമൊന്നുമല്ല, വൈറ്റ് ഹൗസിൽ അമേരിക്കയിൽ വന്ന മാറ്റമാണ്. അതായത് ഖത്തറിൽ ആക്രമണം, അതായത് നെതന്യാഹുവിൻ്റെ ഹമാസിൻ്റെ നേതാക്കന്മാരെ ലക്ഷ്യമിട്ടുള്ള അന്ന് ആരംഭിച്ചതാണ് ഖത്തറിൻ്റെ ആ ഒരു, അതായത് തിരിച്ചടിക്കും അല്ലെങ്കിൽ കോൺസിക്വൻസ് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് നെതന്യാഹു അടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട്. കാരണം ഒരിക്കലും ഖത്തർ വിചാരിച്ചില്ല അവരെ രാജ്യത്ത് ഇസ്രായേൽ ആക്രമിക്കുന്നത്. കാരണം അമേരിക്കയുടെ വലിയൊരു ബേസ് ഉണ്ട്, ലോകത്തിൽ ഇത്രയും വലിയ പെരുമ. ആ ആക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് വളരെ ലാഘവത്തോട് ഞാൻ അപലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറി. അതിനുശേഷം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ ഇസ്രായേലിലെ വാക്കുകൾ കേട്ടുകൊണ്ട് ട്രംപ് വീണ്ടും ആക്രമിക്കാനായി ആരംഭിച്ചപ്പോൾ വീണ്ടും വർഷിച്ചു. എവിടേക്ക്? ഈ ഖത്തറിലേക്ക് വീണ്ടും ആക്രമണമുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്ന സംഭവം എന്ന് പറയുന്നത് ഏകദേശം 17% അവരുടെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങൾ, അവരുടെ ഈ LNG വാതകശാലകൾക്ക് കേടുപാട് പറ്റിയിരിക്കുന്നു. അന്ന് ഖത്തർ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം വർഷങ്ങളോളമായി എടുത്തുണ്ടാക്കി ആ ഒരു പേരും സുരക്ഷാബോധവും അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. കാരണം ഈ ജംഗിൾ രാജാണ്, ഇത് ജംഗിൾ കാലഘട്ടമാണ്. ഇവിടെ നീതിന്യായ വ്യവസ്ഥയ്ക്കൊന്നും വലിയ വലിയ കഥകളില്ല. ഇവിടെ എന്താണ് വേണ്ടത് സഖ്യങ്ങൾക്കല്ല, ഇവിടെ ശക്തിയാണ്. അതായത് ശക്തിയുള്ളവർക്ക് പ്രത്യാഘാതങ്ങളെ പറ്റി വലിയ ചിന്തയൊന്നുമില്ല. ജംഗിൾ രാജ്യത്ത് ശക്തിയാണ്. ഖത്തറിന് പറ്റിപ്പോയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ ചിന്തിച്ചു അവർക്ക് ശക്തിയുണ്ടെന്ന്. പക്ഷേ MBSനും ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ് യഥാർത്ഥ ശക്തി. അതിജീവിക്കുമോ ഖത്തർ? ഒരുപക്ഷെ അതിജീവിക്കുമാരെയും. കാരണം പണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 500 വർഷങ്ങളോളം എടുത്താൽ പോലും തീരാത്ത ഈ വാതകമുണ്ട്, LNG ഉണ്ട്, മുന്നേറും. പക്ഷേ ഇനി ആരെങ്കിലും ഖത്തറിനെ
ഒരു ചർച്ചയ്ക്കായി അവിടേക്ക് പോകുമ്പോൾ, കാരണം എന്തുറപ്പിലാണ് ഞാൻ അവിടേക്ക് ചർച്ചയ്ക്ക് പോവുക, ചർച്ചയ്ക്ക് പോയാൽ വീണ്ടും നെതന്യാഹു വീണ്ടും ആക്രമിക്കില്ല എന്ന് എന്തുറപ്പുണ്ട്? കാരണം അമേരിക്ക ഒന്നും പറയുന്നില്ല, അടിച്ചിട്ട് വരാമല്ലോ, ആർക്കും വേണമെങ്കിലും പോയിട്ടും. വ്യവസായങ്ങൾക്ക് ഇനി ആര് മുന്നോട്ട് വരും അവിടേക്ക്? ശരിയല്ലേ? നിക്ഷേപം ഉണ്ടാകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് പോലും ഉറപ്പില്ല അവിടെ വലിയ ബേസ് ഉണ്ട് എന്ന്. അപ്പോൾ ചെറിയ രാജ്യം എന്ന നിലയിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് തോന്നിയ ഖത്തറിന് അടിതെറ്റിയിരിക്കുകയാണ്. കാരണം ഇത് ജംഗിൾ കാലമാണ്. നിങ്ങൾ ശക്തരും നിങ്ങൾ ദുർബലരുമാണെങ്കിൽ ഒരു മരമെങ്കിലും കരുതി വെച്ചോ നിങ്ങൾക്ക് ഓടി ഒളിക്കാൻ.